ഡാർക്ക് നെറ്റ് വഴിയുള്ള ലഹരിക്കടത്ത് കേസിൽ കൂടുതൽ വിവരങ്ങൾ 24 ലഭിച്ചു. അറസ്റ്റിലായവരിൽ അഞ്ജു എന്ന യുവതിയും ഉൾപ്പെടുന്നുണ്ട്. കേസിൽ ഇതുവരെ 4 പേരാണ് അറസ്റ്റിലായത്. ലഹരിയുടെ സാമ്പിൾ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ശേഖരിച്ചു. ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് ആൻമരിയ, പറയൂ. ഗുഡ് മോർണിംഗ്. മാസങ്ങൾ നീണ്ട് മൂവാറ്റുപുഴയിൽ നടത്തിയ അന്വേഷണം, അത് NCB കൃത്യമായ തെളിവുകളോടുകൂടി ഒരാളിലേക്ക് അത് എത്തുന്നു. എഡിസൺ എന്ന് പറയുന്ന ആളെ, മൂവാറ്റുപുഴ സ്വദേശിയായിട്ടുള്ള ആളെ NCB അറസ്റ്റ് ചെയ്യുന്നു. ഈ അറസ്റ്റ് ഉണ്ടായ സമയത്ത് തന്നെ നമ്മൾ വ്യക്തമാക്കിയതാണ് ഇതിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും എന്നുള്ള കാര്യം നമ്മൾ പൂർണ്ണമായിട്ടും വ്യക്തമാക്കിയതാണ്. കാരണം ഈ വീട്ടിൽ വെച്ച് തന്നെ എഡിസനെ ചോദ്യം ചെയ്ത സമയത്ത് തന്നെ എഡിസൺ കുറ്റസമരം നടത്തുകയും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ NCBക്ക് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വ്യക്തിയുടെ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ പരിശോധിച്ചതിന് ശേഷമാണ് ഇപ്പോൾ കൂടുതൽ അറസ്റ്റുകളിലേക്ക് NCB കടന്നിരിക്കുന്നത്. ഇന്നലെയോടുകൂടി തന്നെ 2 പേരെ, ഈ എഡിസന്റെ കൂട്ടുകാരായിട്ടുള്ള 2 പേരെ ഇന്നലെ തന്നെ NCB അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അരുൺ, ഡിയോൾ എന്ന് പറയുന്നവരെയാണ് NCB ആദ്യം അറസ്റ്റ് ചെയ്തിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ അതിൽ തന്നെ മറ്റൊരു അറസ്റ്റ് കൂടി ഉണ്ടായിരിക്കുന്നത്. ഡിയോളിന്റെ ഭാര്യയായിട്ടുള്ള അഞ്ജുവിനെയാണ് NCB അറസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ അഞ്ജു ആണ് ഇവരെ ലഹരി പാർട്ടികൾ നടത്താൻ വേണ്ടിയിട്ട് സഹായിച്ചിരുന്നത്. അഞ്ജുവാണ്. ഇവർക്ക് പാഞ്ചാലിമേട്ടിൽ ഒരു റിസോർട്ടുണ്ട്. ഈ റിസോർട്ടിലാണ് ഇവർ ലഹരി പാർട്ടികൾ നടത്തുന്നതും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് ഈ ലഹരി കച്ചവടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ചർച്ചകൾ ആസൂത്രണം ചെയ്തിരുന്നതുമെല്ലാം ഈ പാഞ്ചാലിമേട്ടിലെ റിസോർട്ടിൽ വെച്ചിട്ടാണ്. കേസിൽ ഇതുവരെ അറസ്റ്റിലായിരിക്കുന്നത് 4 പേരാണ്. ഇതുവരെ കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, NCB അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ കൂടുതൽ അറസ്റ്റുകൾ ഇനിയും ഉണ്ടാകുമെന്നാണ് NCB അറിയിച്ചിരിക്കുന്നത്. ഈ 4 പേർക്കും റിസോർട്ടിൽ ഉടമസ്ഥാവകാശമുള്ളതാണ്, ഒരുപോലെ തന്നെ ഉടമസ്ഥാവകാശമുള്ളതാണ് ഈ 4 പേർക്കും. ഈ റിസോർട്ടിൽ ഇവർ ലഹരി പാർട്ടികൾ നടത്തുന്നു. ഈ ലഹരി പാർട്ടികളിലേക്ക് എത്തുന്ന അതിവിശ്വസ്തരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് നേരിട്ട് ലഹരി കൈമാറുകയും ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും കുറച്ച് മാസങ്ങൾ നീണ്ടു നിന്ന് ഈ ഒരു പ്രദേശം, അതായത് മൂവാറ്റുപുഴ തന്നെ കേന്ദ്രീകരിച്ച് നടത്തിയ NCBയുടെ ആ ഒരു അന്വേഷണം, അതാണ് വലിയൊരു ശൃംഖലയെ തന്നെ, ലഹരി വിൽപ്പനയുടെ ഏറ്റവും വലിയൊരു ശൃംഖലയെ തന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് NCBക്ക് കഴിഞ്ഞിരിക്കുന്നത്. അത് അന്വേഷണം അത് അതിവേഗത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവുകയാണ്, കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ്. എന്തായാലും SKN കേരളത്തിന് ഒരു അപമാനമായിട്ടുള്ള രീതിയിൽ ഈ കേസ് മുന്നോട്ട് പോകുമ്പോഴും ആ രീതിയിൽ തന്നെ ഒരു ആശ്വാസകരവും ഉണ്ടാവുകയാണ്. കാരണം വലിയ തരത്തിലുള്ള ഒരു ലഹരി കച്ചവടം തന്നെയാണ് NCB തകർത്തിരിക്കുന്നതും. ഓക്കെ, ആൻമരിയ സണ്ണിയാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകുന്ന ഡാർക്ക് നെറ്റ് ഉപയോഗിച്ചുള്ള ലഹരിക്കടത്താണ് ഒരു അന്തർദേശീയ മാഫിയ സംഘത്തിൻ്റെ ഇങ്ങേ അറ്റത്തെ കണ്ണിയായ മൂവാറ്റുപുഴയിലെ എഡിസൺ ചെയ്തത്. യഥാർത്ഥ എഡിസന് പേരുദോഷം ഉണ്ടാക്കുന്ന ഒരു എഡിസനാണ് മൂവാറ്റുപുഴയിൽ നിന്ന് ഈ ലോകത്തേക്ക് ഇറങ്ങിയത്.